ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില വ്യക്തികളുണ്ട് നമ്മുടെയൊക്കെ ചുറ്റും മധുരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടും അവർക്കില്ലാത്ത ആ ഒരു ദയ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടുമൊക്കെ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ചില വ്യക്തികൾ. യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശങ്ങൾ മറച്ചുവെച്ചായിരിക്കാം അവരിപ്പോൾ ഉള്ളത്. അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ പുകഴ്ത്തുന്നുണ്ടാകാം. എന്നാൽ അതെല്ലാം അവരുടെ ചില പദ്ധതികളുടെ ഭാഗമാകാം. അവർ നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാകാം. അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകാം. അവർ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചേക്കാം. അത് നിങ്ങൾക്ക് ഗുണകരമാകണം എന്നില്ല. അത് നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് ആയിരിക്കില്ല. മറിച്ച് നിങ്ങളിൽ തന്നെ തെറ്റിദ്ധാരണകളും അതുപോലെ കൺഫ്യൂഷനും ഉണ്ടാക്കാൻ ഇടയാക്കിയേക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇൻഡ്യൂഷൻ ഇതിനകം തോന്നിയിട്ടുണ്ടാകണം. അതായത് ഈ ഒരു വ്യക്തി എത്രയൊക്കെ പുറമേ നിന്ന് ചിരിച്ചാലും അല്ലെങ്കിൽ മധുരമായ വാക്കുകൾ പറയുമ്പോഴും ഇവരിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുക. അവരെക്കുറിച്ചുള്ള എന്തോ ഒന്ന് ശരിയാണെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് വളരെ പെട്ടെന്ന് അടുക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. എന്തു തന്നെ ആയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ വ്യക്തി അത്ര സേഫ് ആണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകില്ല. അവർക്ക് നിങ്ങളുടെ സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പോ ഒന്നുമല്ല വേണ്ടത്. അവർക്ക് നിങ്ങളിലെ വെളിച്ചമാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിലെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അവർക്ക് വേണ്ടത്. ഒരു പാരസൈറ്റിനെ പോലെ നിങ്ങളുടെ എനർജി വലിച്ചെടുക്കാനാണ് അവർ നിൽക്കുന്നത്. അവർ നിങ്ങളുടെ ശക്തി, അതുപോലെ നിങ്ങളുടെ ബലം, ധൈര്യം, നിങ്ങളിലെ പ്രകാശം, എത്ര താഴ്ചയിൽ നിങ്ങൾ പെടുമ്പോഴും അവിടെ നിന്ന് ഉയർന്നു വരുന്ന നിങ്ങളുടെ ആ ഒരു കഴിവ്, ഇതെല്ലാം അവർ കണ്ടു. അതാണ് അവർക്ക് നിങ്ങളിൽ നിന്നും വേണ്ടതും. ഒരു മുഖംമൂടി പോലെ നിങ്ങളിൽ നിന്നും മോഷ്ടിച്ച് അവർക്ക് അത് ഇട്ട് നടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഒരു ഗുണങ്ങൾ ഒന്നും തന്നെ അവർക്ക് ഇല്ല. അവർക്കത് ഉണ്ടാവുകയുമില്ല. ഇത് ഒരു കെണിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആട്ടിൻതോലിട്ട ചെന്നായയെ പോലെ അവർ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അവർ നിങ്ങളുടെ മുൻപിൽ വളരെയധികം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായോ വളരെ ദയുള്ള ഒരു വ്യക്തിയായോ ആയിരിക്കാം വന്നിരിക്കുന്നത്. എന്നാൽ അവർ ശരിക്കും നിങ്ങളുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുകയും പഠിക്കുകയുമാണ്. നിങ്ങളെ വഞ്ചിക്കാനുള്ള കൃത്യമായ ഒരു സമയം അവർ കാത്തിരിക്കുന്നുണ്ടാകാം. അതുപോലെ അവർ കരുതിയിരിക്കുന്നത് അവരുടെ നുണകളിൽ മധുരം ചേർത്താൽ നിങ്ങൾ അതിലെ വിഷം മനസ്സിലാക്കില്ല എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. ആ എനർജിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകൾ അവരുടെ കാപട്യത്തെ പുറത്തു കാട്ടുന്നുണ്ട്. അവരുടെ പല വാക്കുകളും ദയുള്ളതും മധുരമുള്ളതും ആണെങ്കിലും ആ വാക്കുകളിൽ ഒന്നും തന്നെ സിൻസിയറിറ്റി ഇല്ല. അത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സോള് പറഞ്ഞു തരുന്ന സൂചനയും. നിങ്ങൾ നിങ്ങളുടെ എനർജിയെ സംരക്ഷിക്കുക. അത് അത്രത്തോളം പവിത്രമായതാണ്. അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാവരും അർഹതപ്പെട്ടവരല്ല. അവരെത്ര പോസിറ്റീവ് എനർജി ഉള്ളവരാണെന്ന് പുറമേ കാണിച്ചാലും അവർ നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ളവരല്ല. എല്ലാ വ്യക്തികളും ഡിവൈൻ അല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര മനോഹരമായി അലങ്കരിച്ച വാതിലുകളാണെങ്കിലും, കാഴ്ചയിൽ എത്ര മനോഹരമാണെങ്കിലും എല്ലാ വാതിലുകളും നിങ്ങൾക്ക് തുറക്കാനുള്ളതല്ല. ചിലത് അടഞ്ഞു തന്നെ കിടക്കട്ടെ. അതുപോലെ അവർക്ക് എങ്ങനെ നിങ്ങളുടെ മുൻപിൽ അഭിനയിക്കണം എന്നറിയാം. യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ എനർജി ചോർത്തുകയാണ്. അവരുടെ കുറവുകളെ, അവരിൽ നിറഞ്ഞ നെഗറ്റിവിറ്റിയെ, അവരിലുള്ള ടോക്സിക് ആയിട്ടുള്ള സ്വഭാവത്തെ, അല്ലെങ്കിൽ അവരുടെ ടോക്സിക് ആയിട്ടുള്ള രീതികളെ എല്ലാം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്
അവർ നിങ്ങളിലെ സൽസ്വഭാവത്തെ, നന്മകളെ, നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയെ എല്ലാം തന്നെ ചോർത്തിക്കൊണ്ട് അവരൊരു മുഖംമൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ നിങ്ങൾ വീക്കായിരുന്ന, സ്പിരിച്വലി ടയേർഡായിരുന്ന, കൺഫ്യൂഷനിൽ കൂടി കടന്നുപോയ ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് വിവേചന ബുദ്ധിയോടുകൂടിയാണ്. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇൻഡ്യൂഷൻ പവർ കിട്ടിയിട്ടുണ്ടാകാം. അത് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു ഗിഫ്റ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ആരെങ്കിലും നിങ്ങളുടെ മുൻപിൽ ചിരിച്ചുകൊണ്ട് വരികയും എന്നാൽ നിങ്ങളുടെ സോളിന് അത് നല്ലതല്ല എന്ന് മനസ്സിലാവുകയും നിങ്ങളുടെ മനസ്സ് അത് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെയല്ല, അത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ പെരുമാറ്റത്തെ നിങ്ങൾ അമിതമായി ന്യായീകരിക്കരുത്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികൾ നാർസിസിസ്റ്റുകളാണ്. ഇതാണ് അവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ഡിവൈൻ ഗിഫ്റ്റ്. അവർ എത്ര നല്ല രീതിയിൽ പെരുമാറിയാലും നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിങ്ങളുടെ സോളിന് ഒരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നുണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിരിക്കും താല്പര്യം. അതുപോലെ അവരെ എപ്പോഴും എല്ലാവരും മുൻപന്തിയിൽ നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരെല്ലാവരെയും ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് ഉയർന്നു വരുന്നതിനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് അവർ മറ്റുള്ളവരെ കാണുന്നതും. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇരുന്നില്ല എങ്കിൽ അവരുടെ ഗെയിമിലെ ഇരയായി മാറും. നിങ്ങൾ ആ ഗെയിമിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്സും കെയർഫുള്ളായി ഇരിക്കുക. അവർ നിങ്ങളുടെ വളർച്ച കാണുകയും അതിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവർ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കാനല്ല കൂടെ കൂടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയാണ്, നിങ്ങളുടെ തിളക്കത്തിൽ നിന്നുള്ള ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയാണ്. അതുപോലെ അവർ നിങ്ങളുടെ സമാധാനത്തിൽ നിന്നും ബെനിഫിറ്റ് എടുക്കുകയും അത് ഇല്ലാതാക്കുകയും ചെയ്യും. ഇത് അവരുടെ മാനിപ്പുലേഷനാണ്, അല്ലാതെ സപ്പോർട്ടല്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതുപോലെ നിങ്ങളുടെ നമ്പർ 1 സപ്പോർട്ടറായാണ് അവർ നിങ്ങളുടെ മുൻപിൽ നിന്നത്. നിങ്ങളിലുള്ള ആ കോൺഫിഡൻസ് അവർ പതിയെ പിഴുതുമാറ്റി. നിങ്ങളുടെ മുൻപിൽ അവർ നിങ്ങളെ പുകഴ്ത്തുകയും എന്നാൽ നിങ്ങളുടെ പുറകിൽ അവർ നിങ്ങളെ കുറ്റം പറയുകയുമാണ് ചെയ്തത്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ നല്ലതല്ല. അവരുടെ ലക്ഷ്യം നിങ്ങളെ സഹായിക്കണം എന്നുമല്ല. അത് നിങ്ങളെ സംശയത്തിൽ ആഴ്ത്താനും നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്താനും അവരിൽ ആശ്രയിക്കാനും മാത്രമേ സഹായിക്കുകയുള്ളൂ. നിങ്ങളിൽ പലതരത്തിലുള്ള സംഘർഷത്തിന്, പ്രത്യേകിച്ചും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. അതുപോലെ നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ക്ലിയർ അല്ലാത്തതുപോലെ അല്ലെങ്കിൽ വ്യക്തമല്ലാത്തതുപോലെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകാം. നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടതുപോലെ, നിങ്ങളുടെ സന്തോഷം എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അതൊരിക്കലും പെട്ടെന്ന് നടന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ സമാധാനത്തെ പതിയെ പതിയെ നശിപ്പിക്കുന്ന ഏതോ ഒരു വ്യക്തിയുമായി നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്, ഒരുപക്ഷെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം. ആ കുരുക്കുകൾ അഴിച്ച് അവരിൽ നിന്നും ദൂരം പാലിക്കേണ്ട സമയമാണിത്. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധയോടുകൂടെ അല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മൈൻഡ് സെറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ അവരെപ്പോലെ ഈഗോയോടുകൂടി സംസാരിച്ചു തുടങ്ങും. നിങ്ങൾ സൂക്ഷിക്കുക. അവരുടെ ദുശീലങ്ങൾ നിങ്ങളിലേക്ക് പടർത്താൻ അവർ ശ്രമിച്ചേക്കാം. പവിത്രമായ നിങ്ങളുടെ സോളിൽ അവരുടെ ആ ഒരു ടോക്സിസിറ്റി കലർത്താൻ അവർ ശ്രമിച്ചേക്കാം. നിങ്ങളുടെ ഒഴുക്കിനെ കളങ്കപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകളെ, മറ്റുള്ളവരുടെ ടോക്സിസിറ്റിയെ ഒന്നും തന്നെ ചുമക്കാനല്ല നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത്. അതുപോലെ തന്നെ യാതൊരുവിധ ഇമോഷനുമില്ലാത്ത
വ്യക്തികൾക്ക് എനർജി വലിച്ചെടുക്കാനുള്ള ഒരു കളിപ്പാവയുമല്ല നിങ്ങൾ. നിങ്ങളുടെ ഈ ഭൂമിയിലെ യാത്ര എന്ന് പറയുന്നത് വളരെ പവിത്രമായതാണ്. അതിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു യാത്രയെ നശിപ്പിക്കാൻ നോക്കുന്ന ആരും തന്നെ നിങ്ങളുടെ പാതയിൽ യാത്ര ചെയ്യാൻ അർഹതയുള്ളവരല്ല. അവരിൽ നിന്നും അകന്നു പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുന്നതിന് അവരുമായിട്ട് ഒരു ബൗണ്ടറീസ് വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആർക്കു വേണ്ടിയും നിങ്ങളുടെ എനർജി അനാവശ്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങളുടെ എനർജിയിലേക്ക് അനാവശ്യമായിട്ട് ആരെയും പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പാതയിൽ തടസ്സമായി നിൽക്കുന്നവരെ. നിങ്ങൾക്ക് അവരുടെ അംഗീകാരത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഉണ്ടായ കൺഫ്യൂഷനിൽ നിന്നും അതുപോലെ മുഖംമൂടിയിട്ട് നിങ്ങളുടെ കൂടെ കൂടിയവരിൽ നിന്നും അകന്നു പോകുമ്പോൾ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട്. നിങ്ങളെ സഹായിക്കുന്നു എന്ന വ്യാജേനെ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് സമയം കടന്നു പോകുമ്പോൾ അവർക്കുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾ അവർക്ക് ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടല്ല, മറിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിനൊരു പ്രതിഫലമുണ്ട് എന്നത് യൂണിവേഴ്സിൻ്റെ നിയമമായതുകൊണ്ടാണ്. റിവെഞ്ചിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അവരെ എക്സ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ മുഖംമൂടി നിങ്ങൾ വലിച്ചു കീറി മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ ശ്രമിച്ച് നിങ്ങളുടെ എനർജിയെ നഷ്ടപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ ആത്മാവിനെ പവിത്രമായി സൂക്ഷിക്കുക. നിങ്ങൾ ശ്രമിക്കാതെ തന്നെ അവരുടെ മുഖംമൂടികൾ താഴെ വീഴുന്നതായിരിക്കും. സമയം കടന്നു പോകുന്തോറും മനുഷ്യർ അവരുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങും. നിങ്ങളൊരു വിഡ്ഢിയായി എന്ന് അവർ ചിന്തിച്ചോട്ടെ. അവർ വിജയിച്ചു എന്ന് അവർ ചിന്തിച്ചോട്ടെ. നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾ ഇരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നേടാനുള്ളത് ആ കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അവരുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വരുമ്പോൾ, അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവരെ ഇതിനേക്കാൾ കൂടുതലായി മറ്റൊന്നിനും ആശയക്കുഴപ്പത്തിലാക്കാൻ സാധിക്കില്ല. നിങ്ങളെ അത്ര വേഗം ആർക്കും തകർത്ത് കളയാൻ സാധിക്കില്ല. നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. നിങ്ങളുടെ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ ജീവിതയാത്രയെ പൂർണ്ണമായും വിശ്വസിക്കുക. അതുപോലെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളെ വഴിതെറ്റിക്കാൻ ആരെയെങ്കിലും അയച്ചാൽ അത് നിങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയുള്ളൂ. നിങ്ങൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ. ഇനി ഈ പ്രാർത്ഥന നിങ്ങൾ എന്നോടൊപ്പം പറയുക. വിവേചന ബുദ്ധി നൽകി എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഇത് അങ്ങ് എനിക്ക് നൽകിയ പവിത്രമായ ദാനമാണ്. ഞാൻ ജീവിക്കുന്ന ഈ ലോകത്ത് വാക്കുകൾക്ക് മോഹിപ്പിക്കാൻ കഴിയുമെങ്കിലും ഉദ്ദേശങ്ങൾ വഞ്ചിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ നിന്നെല്ലാം എന്നെ സംരക്ഷിക്കുന്നതിന് അങ്ങേക്ക് നന്ദി. എൻ്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത എല്ലാത്തിൽ നിന്നും എന്നെ കാത്തു രക്ഷിക്കുന്നതിന് അങ്ങേക്ക് നന്ദി. ഒളിഞ്ഞിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ച് വഴി നടത്തുന്നതിന് അങ്ങേക്ക് നന്ദി. പുഞ്ചിരികളിൽ ഒളിപ്പിച്ച എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്നതിന് നന്ദി. ഈ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ അങ്ങ് എനിക്ക് നൽകിക്കൊണ്ട് എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയതിന് അങ്ങേക്ക് നന്ദി. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുമ്പോഴും സത്യം എൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നതിന് അങ്ങേക്ക് നന്ദി. വഞ്ചനയുടെ ശബ്ദം നിശബ്ദമാക്കപ്പെടുകയും വ്യാജ വെളിച്ചം അണയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്ക് ചുറ്റും ഉള്ള അങ്ങയുടെ ആ ഒരു സംരക്ഷണ വലയം മനസ്സിലാക്കി തരുന്നതിന് നന്ദി. എൻ്റെ എനർജിക്ക് നല്ലതല്ലാത്ത എൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ സാഹചര്യങ്ങളെയും എന്നിൽ നിന്നും അകറ്റിക്കൊണ്ട് എന്നെ സംരക്ഷിക്കുന്നതിന് അങ്ങേക്ക് നന്ദി.
മധുരമായ വാക്കുകൾ എൻ്റെ ചെവിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അനുവദിക്കാത്തതിന് അങ്ങേക്ക് നന്ദി. അവരുടെ വാക്കുകൾ എത്ര മധുരമുള്ളതാണെങ്കിലും, അവരുടെ ചിരി എത്ര നല്ലതാണെങ്കിലും, അവരുടെ യഥാർത്ഥ ഉദ്ദേശവും അവരുടെ യഥാർത്ഥ എനർജിയും എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് അങ്ങേക്ക് നന്ദി. എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആ ഒരു ശക്തി എനിക്ക് നൽകണമേ. എൻ്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന എല്ലാ ബന്ധങ്ങളിൽ നിന്നും നടന്നു നീങ്ങാനുള്ള ശക്തി എനിക്ക് നൽകണമേ. എന്നെ ശ്വാസം മുട്ടിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ റിലീസ് ചെയ്യുന്നതിന് അങ്ങേക്ക് നന്ദി. എൻ്റെ വളർച്ചയ്ക്ക് ഉപകാരപ്രദമല്ലാത്ത ഈ ബന്ധങ്ങൾ മുറിച്ചു കളയുമ്പോൾ എനിക്കുണ്ടാകുന്ന കുറ്റബോധം, കൺഫ്യൂഷൻ എല്ലാം എന്നിൽ നിന്നും റിലീസ് ചെയ്ത് കളയാൻ എന്നെ സഹായിക്കണമേ. എല്ലാത്തിനേക്കാൾ വലുത് സമാധാനമാണെന്നുള്ളത് അങ്ങ് എനിക്ക് പഠിപ്പിച്ചതിന് നന്ദി. സത്യസന്ധരായ വ്യക്തികളെ കൊണ്ട് എൻ്റെ ചുറ്റും നിറയ്ക്കണമേ. എൻ്റെ ഈ ഡിവൈൻ ജേണിക്ക് സഹായകരമായ വ്യക്തികളെ എൻ്റെ ചുറ്റും നിർത്തണമേ. അവരുടെ പ്രസൻസ് എന്നെ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിക്കട്ടെ. എൻ്റെ വെളിച്ചം അവരിലും പ്രകാശിക്കട്ടെ. അതെൻ്റെ സോളിനെ ഉയർത്താൻ സഹായിക്കട്ടെ. പരസ്പരം സ്നേഹത്താൽ വളരാൻ സഹായിക്കട്ടെ. മുഖംമൂടി ധരിച്ച വ്യക്തികളെ കെയർ ചെയ്യുന്നു എന്ന് നടിച്ചുകൊണ്ട് രഹസ്യമായി എന്നോട് പൊരുതുന്ന, എന്നെ ഉപയോഗിക്കുന്ന, എന്നെക്കുറിച്ച് കുറ്റം പറയുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് അവരുടെ തനിനിറം പുറത്തു വരുത്തണമേ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉദ്ദേശ്യങ്ങൾ വ്യക്തമായി പുറത്തു വരട്ടെ. അവസാനമായി എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ എല്ലാം തന്നെ എന്നിലേക്ക് തിരിച്ചു വരുത്തണമേ. അങ്ങയുടെ സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും എന്നിൽ നിറയ്ക്കണമേ. എനിക്ക് ക്ലാരിറ്റി നൽകണമേ. അപ്പോൾ എനിക്കുണ്ടായ തെറ്റിദ്ധാരണകളെല്ലാം ദൂരെ പോകും. സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ വിശ്വസിച്ച എല്ലാ കള്ളങ്ങളെയും മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ. കെയർ എന്ന പേരിൽ എന്നെ കുരുക്കിയിട്ട സംശയങ്ങളിൽ നിന്നും കൺട്രോളിൽ നിന്നും കുരുക്കഴിച്ച് പുറത്തു വരാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ എല്ലാ വഴികളിലും അങ്ങ് എന്നെ നയിക്കണമേ. എൻ്റെ ഇൻറ്റ്യൂഷനെ മൂർച്ചയുള്ള ഒരു വാളിനെ പോലെ ശക്തവും വ്യക്തവുമാക്കണമേ. എനിക്ക് ഈ ജീവിതത്തിൽ ലഭിച്ച എല്ലാ പാഠങ്ങൾക്കും ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു. സമാധാനം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു ഭാവി അങ്ങ് എനിക്ക് നൽകുന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.